നോക്കൂ, എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് സ്ത്രീകളോടാണേ. നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് പ്രകടിപ്പിക്കാനും അതുവഴി നിങ്ങൾ കുറച്ച് അഭിനന്ദനങ്ങളോ അപ്രീസിയേഷൻസ് ഒക്കെ നേടിയെടുക്കാനും തുടങ്ങുമ്പോ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അപവാദ പ്രചരണങ്ങൾ. നിങ്ങളെ കുറിച്ച് നിങ്ങൾ പോലും അറിയാത്ത, നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, മനസ്സാ വാച നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ വളരെ മോശമായിട്ട് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ പോലും അതറിയുന്നത് അതിന്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള തലത്തിൽ വെച്ചായിരിക്കും. ആ സമയത്ത് നിങ്ങൾ സ്റ്റക്കായി പോകുന്നു, ഷോക്കായി പോകുന്നു, തളർന്നു പോകുന്നു. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ സംഭവം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് പ്രചരിപ്പിക്കുന്നവരുടെയും ഉദ്ദേശം. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഒരു സ്ത്രീയെ തളർത്താൻ ഏറ്റവും മൂർച്ചയുള്ള ആയുധം എന്ന് പറയുന്നത് അവളെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത് പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശവും തളർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തളരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതിന്റെ നേരായ വഴിയിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളെ തേടി വരേണ്ട അംഗീകാരങ്ങളും നമ്മളെ തേടി വരേണ്ട അഭിനന്ദനങ്ങളും നമ്മളെ തേടി വരികയും ഒരു പോയിന്റില് ഈ അപവാദങ്ങൾ പറഞ്ഞവര് തന്നെ നമ്മളെ അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായേക്കാം. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ എത്ര തന്നെ മത്സരിച്ചാലും എന്തൊക്കെ തന്നെ ഓടിയാലും നിങ്ങളോടൊപ്പം ഉയരാനോ എത്താനോ കഴിയില്ല എന്ന് ബോധ്യമാവുമ്പോഴാണ് അവര് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത്. കാരണം അതൊരു സിമ്പിൾ മാർഗമാണ്. അവർക്ക് കഷ്ടപ്പെടുകയും വേണ്ട, നമ്മളെ തളർത്തുകയും ചെയ്യാം. സോ അത് മനസ്സിലാക്കുക. നമ്മൾ അതിനുള്ള ഒരു മാനസിക ബലം നേടിയെടുക്കുക. ഓക്കെ.